സമ്പത്ത് കെട്ടിപ്പടുത്തവരുടെ ജീവിതം പരിശോധിച്ചാൽ അവർ മികച്ച ബുദ്ധിശാലികളോ ഭാഗ്യവാന്മാരോ ആയതുകൊണ്ടല്ല, മറിച്ച് കഠിനമായ അച്ചടക്കം പാലിക്കുകയും വലിയ സാമ്പത്തിക തെറ്റുകൾ ബോധപൂർവം ഒഴിവാക്കുകയും ചെയ്തതുകൊണ്ടാണ് വിജയിച്ചതെന്ന് കാണാം. പ്രമുഖ ധനകാര്യ വിദഗ്ധരുടെ നിരീക്ഷണങ്ങൾ പ്രകാരം സമ്പത്ത് ഒരിക്കലും യാദൃശ്ചികമായി ഉണ്ടാകുന്നതല്ല, മറിച്ച് കൃത്യമായ ആസൂത്രണത്തിലൂടെ രൂപപ്പെടുന്നതാണ്. വരവ് ചെലവുകൾ കൃത്യമായി നിരീക്ഷിക്കുക, വികാരങ്ങൾക്ക് അടിമപ്പെടാതെ യുക്തിസഹമായി മാത്രം നിക്ഷേപങ്ങൾ നടത്തുക, ഓരോ രൂപയ്ക്കും കൃത്യമായ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുക, അതായത് വളർച്ചയ്ക്കായി ഇക്വിറ്റിയും സ്ഥിരതയ്ക്കായി ഡെപ്റ്റും, വിപണിയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് നിക്ഷേപങ്ങൾ പുനഃക്രമീകരിക്കുക എന്നിവ ഇവരുടെ പ്രധാന ശീലങ്ങളാണ്. കേവലം ഒരു ശമ്പളത്തെ മാത്രം ആശ്രയിക്കാതെ വാടക, ഡിവിഡൻഡ് തുടങ്ങിയ ഒന്നിലധികം വരുമാന മാർഗങ്ങൾ കണ്ടെത്തുകയും മൂല്യമിടിയുന്ന വസ്തുക്കൾക്കായി കടം വാങ്ങാതിരിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. അപ്രതീക്ഷിത പ്രതിസന്ധികളെ നേരിടാൻ ഇൻഷുറൻസും എമർജൻസി ഫണ്ടും ഉറപ്പാക്കുന്ന ഇവർ വിപണിയിലെ താൽക്കാലിക തകർച്ചകളിൽ പരിഭ്രാന്തരാകാതെ തങ്ങളുടെ നിക്ഷേപ പദ്ധതികളിൽ ഉറച്ചു നിൽക്കുകയും സാമ്പത്തിക കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുമ്പോൾ വിദഗ്ധരുടെ ഉപദേശം തേടാനും മടിക്കാറില്ല. കൂടാതെ ഭാവി തലമുറയ്ക്കായി വിൽപത്രവും നോമിനേഷൻ നടപടികളും ഉൾപ്പെടെയുള്ള എസ്റ്റേറ്റ് പ്ലാനിംഗ് നേരത്തെ തന്നെ പൂർത്തിയാക്കാനും താൽക്കാലിക ആഗ്രഹങ്ങൾക്കായി പണം ദൂർത്തടിക്കാതെ ദീർഘകാല മൂല്യമുള്ള കാര്യങ്ങൾക്കായി മാത്രം ചിലവഴിക്കാനും ശ്രദ്ധിക്കുന്നു. ചുരുക്കത്തിൽ, പെട്ടെന്ന് വലിയ ലാഭം കൊയ്യാൻ നോക്കാതെ കൃത്യമായ ലക്ഷ്യത്തോടെ നേരത്തെ നിക്ഷേപിച്ചു തുടങ്ങുകയും തെറ്റുകൾ ആവർത്തിക്കാതെ അച്ചടക്കത്തോടെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നതിലൂടെയാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിംഗിന്റെ യഥാർത്ഥ നേട്ടം സ്വന്തമാക്കി ഒരാൾക്ക് ദീർഘകാല അടിസ്ഥാനത്തിൽ വലിയ സമ്പത്ത് കെട്ടിപ്പടുക്കാൻ സാധിക്കുന്നത്.